ലോഗൻ പോളിന്റെ പരസ്യങ്ങളെല്ലാം തന്നെ തല്ലിപ്പൊളിച്ച് ജോൺ സീന ഈ കഴിഞ്ഞ സ്മാക്ഡൗണിൽ ജോൺ സീന റിംഗിലേക്ക് വന്നു. യൂറോപ്പിൽ വെച്ചിട്ടായിരുന്നു ഇത്തവണത്തെ സ്മാക്ഡൗൺ നടന്നിട്ടുണ്ടായിരുന്നത്. സീന സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ലോഗൻ പോൾ ഇന്ററപ്റ്റ് ചെയ്യുകയുണ്ടായി. ലോഗൻ പോളിന് മുഴുവൻ തെറിവിളികളായിരുന്നു ഫാൻസിന്റെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫാൻസിന് വേണ്ടിയിട്ട് ഫാൻസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജോൺ സീന എന്ത് വേണമെങ്കിലും ചെയ്യും. തനിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെയായിരുന്നു ലോഗൻ പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീന മൈക്കെടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോഗൻ പോൾ ഇവിടെ വന്നത് വളരെയധികം നല്ലതാണ്. ഒരു ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫേമറാണ്, ഒരു ഫ്യൂച്ചർ റെസൽമേനിയ മെയിൻ ഇവന്റാണ്, ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യനാണ് എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ എങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ നിരാശയിലായിരിക്കും. എന്നെക്കാൾ വലിയ നിരാശയിലായിരിക്കും ഈ നിൽക്കുന്ന ഫാൻസുകൾ എന്നുള്ളത് എനിക്കറിയാം. ലോഗൻ പോളിനെ എനിക്ക് ഒരൊറ്റ പേര് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ, ഔട്ട്സൈഡർ. WWE ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ലോഗൻ പോൾ വരുന്നത്. എന്നിട്ട് ലോഗൻ പോളിന്റെ പ്രൈം ബോട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡെല്ലാം തന്നെ തട്ടി താഴെ ഇട്ടുകൊണ്ട് പരസ്യം ചെയ്യാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലായിരുന്നു സീന സംസാരിച്ചത്. വീണ്ടും സീന ലോഗൻ പോളിനെ നല്ല ടാലന്റുകളുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പുകൾ അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്ന വ്യക്തി എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊമിനിക് മിസ്റ്റീരിയോയുടെയും AJ സ്റ്റൈൽസിന്റെയും കയ്യിൽ നിന്നും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി ലോഗൻ പോൾ ശ്രമിച്ചതിനെ കുറിച്ചെല്ലാം തന്നെ സീന അവിടെ പരാമർശിക്കുകയുണ്ടായി. ക്ലാഷ് ഇൻ പാരീസിൽ സീന ലോഗൻ പോളിനെ എന്തായാലും തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സീന പോകാൻ നിൽക്കുന്ന സമയത്ത് ലോഗൻ പോൾ സീനയുടെ തൊപ്പിക്കിട്ട് ഒരു അടി കൊടുത്തു. സീന അതാ കിടക്കുന്നു. ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ടു ലോഗൻ പോൾ.